ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കണ്ടാലോ? ഞാൻ നല്ല വാഴയിലയിലാണ് ഇന്ന് ലഞ്ച് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല വേവിച്ച് നല്ല അടിപൊളി മട്ട റൈസ് ഇതുപോലെ വിളമ്പി കൊടുക്കുകയാണ്. ഇഷുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ന് സെപ്പറേറ്റ് വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറികൾ എന്തെന്ന് വെച്ചാൽ നല്ല അടിപൊളി ചക്ക വേവിച്ചതാണ് ഗായ്സ്. ഞങ്ങളുടെ ഇവിടെ ചക്ക, കിഴങ്ങ് ഇതെല്ലാം ഇതുപോലെ ഉടച്ച് വെക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷുക്കുട്ടിക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്കും കുറച്ച് ചക്ക ഞാൻ ഇതുപോലെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കോവയ്ക്ക് മെഴുക്ക് വരട്ടിയാണ്. മറ്റേമാട് അവിടെ കുറച്ച് കോവയ്ക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല നാടൻ കോവയ്ക്ക് കുറച്ച് മറ്റേമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിന്ന് ഇതുപോലെ നല്ല അടിപൊളി മെഴുക്ക് വരട്ടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇഷുക്കുട്ടിക്ക് എന്നെ കണ്ടപ്പോൾ സ്നേഹം കൂടി ഗൈസ്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ തന്നതാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അടിപൊളി വേളാപ്പാര പൊരിച്ചതാണ് ഗൈസ്. നമ്മളിവിടെ വിഴിഞ്ഞത്ത് പോയിട്ട് ഫിഷൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു വേളാപ്പാര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇഷുക്കുട്ടിക്കും ഇക്കാക്കും എനിക്കിങ്ങനെ സെപ്പറേറ്റ് വിളമ്പാണ്. അപ്പോൾ ഇഷുക്കുട്ടിക്ക് അതിൽ നിന്ന് 2 പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അവൾക്ക് മൂടുള്ള ദിവസം അനുസരിച്ചാണ് മീനൊക്കെ കഴിക്കുന്നത്. ഇന്ന് അത്യാവശ്യം മൂടുള്ളത് കൊണ്ട് അവൾ ഫിഷൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ സവാള ഇല്ലാതെ അത് കംപ്ലീറ്റ് ആവില്ലല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി തേങ്ങ അരച്ച പാര മീൻകറിയാണ്. പിന്നെ മാങ്ങ അച്ചാർ ഇല്ലാതെ നമുക്ക് ഈ ഊണ് കംപ്ലീറ്റ് ആവില്ല ഗൈസ്. പിന്നെ നമ്മുടെ ലോകത്ത് എന്ത് കറി ഉണ്ടെങ്കിലും ഇക്കാക്ക് പപ്പടം ഉണ്ടെങ്കിൽ ആ ഒരു ലഞ്ച് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ പപ്പടവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വരാണ് കേട്ടോ. നമ്മളിവിടെ പതിമുഖം ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ തിളപ്പിച്ചതുകൊണ്ട് അധികം കളർ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നല്ല അടിപൊളി തേങ്ങ അരച്ച പാര മീൻകറി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, വേളാപ്പാര പൊരിച്ചത്, സവാള, പപ്പടം, കിഴങ്ങ്, പിന്നെ മാങ്ങ അച്ചാറും നല്ല വിശാലമായിട്ട് നമ്മളിരുന്ന് കഴിച്ച കേട്ടോ. അപ്പോൾ ഇക്ക ആദ്യമേ വേളാപ്പാര പൊരിച്ചതെടുത്ത് കഴിക്കുകയാണ്. ഇക്ക അങ്ങനെയാണ് ഗൈസ്, ഫസ്റ്റ് മീൻ പൊരിച്ചത് കഴിക്കും. അപ്പോൾ നമ്മുടെ ചക്ക ഉടച്ചത് കഴിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഒരു മണമുള്ള മുളക് അരച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു ചക്ക ഉടച്ചതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? കുറച്ച് മട്ട റൈസിൽ കുറച്ച് ചക്ക ഇതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കോവയ്ക്ക വിഴുക്കും, നല്ല ചൂട് വേളാപ്പാര കറി. വേളാപ്പാര എന്ന് വെച്ചാൽ വേളാപ്പാരയുടെ കുട്ടിയാണ് കേട്ടോ. ആ ഒരു കറി ഇങ്ങനെ ഒഴിച്ച് ദാണ്ടല്ലേ ഗൈസ്. ഈ ഒരു മുളകില്ലേ, ഈ മുളക് നമ്മുടെ കറിക്കില്ലേ വേറൊരു ലെവലെത്തിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം മീനും ഇങ്ങനെ പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേളാപ്പാര പൊരിച്ചതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുകയാണ്. ഈ വേളാപ്പാര എന്ന് വെച്ചാൽ ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന മീനാണ് ഗൈസ്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? പിന്നെ നമുക്ക് കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരു കഷ്ണം പപ്പടവും കൂടെ എടുത്ത് നമുക്കൊരു ഉരുള പിടിച്ചാലോ? കണ്ടില്ലേ ഗൈസ്. ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ കഴിച്ചില്ല കേട്ടോ. ഹാഫ് ആയപ്പോഴേ നമ്മളെല്ലാം തളർന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.